കിച്ചക്കുട്ടിന് എന്ത് ഫുഡാ ഇഷ്ടം? കക്കത്തോരൻ. കക്ക അമ്മ മേടിച്ചിട്ടുണ്ട്. നമുക്ക് കക്കത്തോരൻ വെച്ചാലോ? ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ എളുപ്പത്തിനുള്ളൊരു കക്കത്തോരന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. ചുമന്നുള്ളി പൊളിച്ച് വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, പിന്നെ പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക, വെളിച്ചെണ്ണ കുറച്ചൊഴിക്കുക, 2 സ്പൂൺ മതി. എന്നിട്ട് അതിനകത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനകത്തോട്ട് നമ്മുടെ കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുക്കുക. അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി അതുമിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് അതുമിട്ട് അതിനകത്തിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായി നമ്മൾ പൊളിച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ചുമന്നുള്ളി അത് ഇട്ട് കൊടുക്കണം. അത് നല്ലപോലെ ഇട്ട് വഴട്ടിയെടുക്കണം. കുറച്ച് നേരം കിടന്ന് നല്ലപോലെ വഴണ്ട് വരട്ടെ. അങ്ങനെ ചുമന്നുള്ളി വഴട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുത്രന് ഒരേ നിർബന്ധം, അവനെ ഇളക്കണമെന്ന്. അങ്ങനെ ഞാൻ അവനെ ഇളക്കാൻ ഒരു അവസരം കൊടുത്തു. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം, അല്ലേ? കൊച്ചു കുട്ടികളെയും നമ്മുടെ പാചകത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് അവർ അതിലുണ്ടാകുന്ന ആ ഒരു സന്തോഷമൊക്കെ അനുഭവിക്കാൻ ഒരു രസമുള്ള കാര്യമായിരുന്നു. അവന് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എന്നും കൂട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇന്ന് ആദ്യമായിട്ട് ഇയാൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ലൈവായിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്നതിന് വലിയ സന്തോഷമായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത അരപ്പിനുള്ള തയ്യാറെടുപ്പ് എടുക്കാം. തേങ്ങ എടുക്കുക, അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2-2.25 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടിയും ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മസാലപ്പൊടിയും ഒരു സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്ത് ആ സമയത്ത് അവൻ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനത് എൻജോയ് ചെയ്യുന്നു. പിന്നെ കുറച്ച് ചുവന്ന അത് നമ്മൾ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ കക്കയും ഇട്ട് ആ ഉള്ളിലിട്ട് വേവിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പൂടെ അതിനകത്തിട്ട് കുറച്ച് ലേശം നമ്മുടെ ജാറൊന്ന് കഴുകി അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് തത്തിപ്പൊത്തി അതിനകത്ത് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ പോലും ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് തത്തിപ്പൊത്തി അടച്ച് വെക്കുകയാണ്. കക്കത്തോരൻ ഒരുവിധം റെഡി ആയപ്പം ഫസ്റ്റ് ഗണപതിക്ക് എന്നപോലെ കുറച്ച് അവനെടുത്ത് മാറ്റി വെച്ചു. അത് ലാസ്റ്റ് ഈ വീഡിയോയിലെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അവനെ അത് കൂട്ടിയിട്ട് അവൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കക്കത്തോരൻ ഉണ്ടാക്കിയത്. എടുത്തോ, ഇങ്ങനെയുണ്ടെന്ന് പറ കഴിച്ചിട്ട്. നല്ലപോലെ വെന്തിട്ടുണ്ടോ? അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ? ഉപ്പൊക്കെ കറക്റ്റാണോ? സൂപ്പർ.